ഇന്ന് ഡിസംബർ 31 മംഗളൂരു മഡ്ഗാവ് വന്ദേ ഭാരതിൻ്റെ ആദ്യ കൊമേഴ്ഷ്യൽ റൺ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്നലെ ഡിസംബർ 30-നാണ് ഈ വണ്ടി ഉദ്ഘാടനം ഉണ്ടായത്. അതിൻ്റെ ഇനാഗുറൽ റണ്ണൊക്കെ ഇന്നലെയാണ് ഇവിടുന്ന് മഡ്ഗാവിലേക്ക് ഉണ്ടായത്. അപ്പോൾ ഞങ്ങളിപ്പം മംഗളൂരു സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ വരെ ഞങ്ങൾ എത്തിയത് എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് കാണണ്ടേ? അതാദ്യം ഒന്ന് പോയിട്ട് കണ്ടിട്ട് വാ. സമയം 4:13 നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി. ഇവിടുത്തെ നമ്മുടെ നാട്ടിലത്തെ ബസ് സ്റ്റാൻഡാണ്, നർക്കരക്കാട് എന്ന് പറയും. ഇത് ഇവിടെ KSRTC ഒക്കെ ഉണ്ട്. ഇത് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന വണ്ടിയാണ്. ഇത് നമുക്ക് 1 മണിക്കൂർ കൂടെ പോകാനുണ്ട് സ്റ്റേഷനിലേക്ക്. വണ്ടിയൊക്കെ ഓണാക്കി തന്നെയാണ് ഉള്ളത്. റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇപ്പോൾ ഒരു വണ്ടി വരുന്നുണ്ട്, വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ്. അത് ഡിലേ ആയിട്ടേ വരുന്നത്. പിന്നെ അതിന് കയറിയിട്ട് നേരെ മംഗലാപുരം ഭാഗത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അതിപ്പോൾ വരും. 3.5 മണിക്കൂർ ഡിലേ ആയിട്ടാണ് ഇപ്പോൾ വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് വരുന്നത്. ഇപ്പോൾ സമയം 6:30 ഒരു 7:50 ആകുമ്പം മാംഗ്ലൂർ എത്തും നമുക്ക് വിശ്വസിക്കാം. ഇപ്പോൾ ഇതിൽ കയറിയിട്ട് പോവാം. കണ്ട, ഇത്രയും ലേറ്റായിട്ടാണ് ഇപ്പോൾ നമ്മളെ വണ്ടി ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. അതായത് നമ്മൾ വരാൻ ഉദ്ദേശിച്ച വണ്ടി ഞാൻ MGR ചെന്നൈ സെൻറ്ററിൽ നിന്ന് മംഗളൂരു സെൻറ്ററിലെ സൂപ്പർ ഫാസ്റ്റിനാണ് വരാൻ വേണ്ടി നിന്നത്. എന്താണെന്നറിയില്ല, ഇന്ന് ആ വണ്ടി മാവേലിയൊക്കെ ഭയങ്കര ഡിലേ ആണ്. നമ്മുടെ വെസ്റ്റ് കോസ്റ്റ് 3 മണിക്കൂറിൻ്റെ മുകളിലാണ് ഡിലേ വന്നത്. ഇവിടെ 8:15 വെസ്റ്റ് കോസ്റ്റ് എത്തിയത്. വിശ്വസിക്കാൻ കഴിയില്ല. നമ്മുടെ വണ്ടി 8:30 കേട്ടോ ഇവിടുന്ന്. ഇപ്പോൾ 8:18 ഇനി 12 മിനിറ്റും കൂടി ഉണ്ട് വണ്ടി പുറപ്പെടാൻ വേണ്ടിയിട്ട്. ഇതാണ് മംഗളൂരു സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഇതേ നമ്മുടെ മഡ്ഗാവ് വന്ദേ ഭാരത് ഉണ്ട്. ഇനിയിപ്പം നേരെ നമുക്ക് അകത്തോട്ട് കയറാം. നമ്മുടെ കോച്ച് വരുന്നത് C1 ആണ്. C1 ഇത് തന്നെയാണ് C1. ഇപ്പം നേരെ ഇതിലോട്ട് കയറാം. C1ൻ്റെ നമ്മുടെ സീറ്റ് നമ്പർ വരുന്നത് 8-9. ഇത് രണ്ടുമാണ് നമ്മുടെ സീറ്റ്. നമ്മുടെ കോച്ചിന്ന് പെട്ടെന്ന് തന്നെ എക്സിക്യൂട്ടീവിലേക്കൊന്ന് വന്നു. കാരണം ട്രെയിൻ പുറപ്പെടുന്നതിന് മുമ്പ് ഇന്ത്യൻ കാഴ്ചകളൊന്നും കാണണമല്ലോ. 2x2 തന്നെയാണ് സീറ്റിംഗ് ലേഔട്ട് വരുന്നത്. ആളൊക്കെ ഓൾമോസ്റ്റ് ആയി. കാരണം വണ്ടി ഏകദേശം പുറപ്പെടേണ്ട ടൈം ആയല്ലോ അല്ലേ? ഒരു 5 മിനിറ്റ് കൂടി വണ്ടി പുറപ്പെടാൻ വേണ്ടിയിട്ട്. ഇത് C2 കോച്ചാണ്. നമ്മുടെ കോച്ചൊക്കെ ഫുള്ളായി. C1 ഇത് കണ്ട, വണ്ടിയൊക്കെ അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കോട്ട മിക്കവാറും വരിക ഉടുപ്പിന്നൊക്കെ ആയിരിക്കാം. കാരണം അങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ. ഇത് മൊത്തം കാലിയാണ് ഈ ഒരു കോച്ച്. പക്ഷേ നോർമലി ഈ ഒരു മഡ്ഗാവ് വന്ദേ ഭാരത് ഇന്ന് തന്നെ എത്രയാ സീറ്റ് വേക്കന്റ് ഉണ്ട് എന്നറിയാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ വന്ദേ ഭാരതുകളിൽ നമ്മൾ ഈ സൗത്ത് ഇന്ത്യ ഭാഗത്തെ വന്ദേ ഭാരതിൽ അധികം എന്താ പറയാ, ഒരു ആൾക്കാർ കയറാത്തൊരു വന്ദേ ഭാരത് ഇതായിരിക്കാം. കാരണം ഈ ഒരു റൂട്ടിൽ അത്രത്തോളം എന്താ പറയുക ആൾക്കാർ കയറാനില്ല. നമ്മൾ ഇവിടെ തന്നെ മറ്റു ട്രെയിനുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇന്ന് തന്നെ ഫസ്റ്റ് കൊമേഴ്ഷ്യൽ ജേണിക്കാൻ ഒരുപാട് ടിക്കറ്റ് കറണ്ട് അവൈലബിലിറ്റി ആക്കിയിട്ട് ഒരുപാട് സംഭവങ്ങൾ അവൈലബിൾ ഉണ്ട്. അതായത് നമ്മുടെ മഡ്ഗാവ് ഭാഗത്തേക്ക് പോകുന്ന നമ്മുടെ CSMT സൂപ്പർ ഫാസ്റ്റ് ആയാലും മത്സ്യഗന്ധന്റെ ആയാലും ജനറൽ ക്ലാസ്സിൽ പോലും വലിയ തിരക്കില്ല. അപ്പൊ പിന്നെ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ വന്ദേ ഭാരതിന്റെ തിരക്കും കൂടെ. ട്രെയിൻ ഇതുവരെയും പുറപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ നമുക്കിനിപ്പോൾ ഈ ഒരു മഡ്ഗാവിലേക്ക് വന്ന ടിക്കറ്റ് ഫെയർ ഒക്കെ പറയാം. 2 ക്ലാസ്സിൻ്റെയും പറയാം. അത് നമ്മുടെ CCൻ്റെ ചെയർക്കാറിന് തന്നെ പറയാം. നമുക്ക് ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് ഫെയർ ചെയർക്കാറിൽ 1330 രൂപയാണ്. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടുന്ന് മംഗലാപുരത്ത് നിന്ന് മഡ്ഗാവ് വരെ 2350 രൂപയാണ് എക്സിക്യൂട്ടീവിൽ വരുന്ന ഒരു ടിക്കറ്റ് ചാർജ് വരുന്നത്. പിന്നെ ഇതിലൊക്കെ ഫുഡ് ഇൻക്ലൂഡ് ആണ് കേട്ടോ. ഈ ഒരു ടിക്കറ്റ് പ്രൈസിൽ നമുക്ക് ഏകദേശം ഒരു 364 രൂപയുടെ ടിക്കറ്റ് ഫുഡിൻ്റെ ഒരു ചാർജ് ഇതിൽ തന്നെ ഇൻക്ലൂഡ് ആണ്. അതായത് കാറ്ററിംഗ് ചാർജ് അതാണ് ഉദ്ദേശിച്ചത്. നമുക്ക് ഫുഡ് വേണമെങ്കിൽ ഫുഡ് ഓപ്ഷൻ കൊടുക്കാം, അല്ലെങ്കിൽ നോ ഫുഡ് ഓപ്ഷനും കൊടുക്കാം. അപ്പം മനു പറഞ്ഞ പോലെ 300 ചില്ലറ രൂപയാണ് നമ്മുടെ CCയിൽ വരുന്നുണ്ടെങ്കിൽ എക്സിക്യൂട്ടീവിൽ വരുന്നത് 419 രൂപയാണ്. പിന്നെ മനു രാവിലെ മിക്കവാറും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ മഡ്ഗാവ് എത്തുന്നതിന് മുമ്പ് ഉച്ചക്കത്തെ ലഞ്ചൊക്കെ ഉണ്ടാവും. നമുക്ക് അത് കാണാമെന്ന് ശേഷം അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം. അതെ, യെസ്, ഡോർ ക്ലോസ് ആയി. കറക്റ്റ് 8. ഇപ്പോൾ വണ്ടി ഇവിടെ നിന്ന് എടുക്കും. മംഗളൂരു സെൻട്രൽ കറക്റ്റ് 8:30. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, നമ്മളിപ്പോൾ വന്നത് ഒരു ധൃതിപ്പെട്ടിട്ടാണ്. കാരണം വണ്ടികളിൽ ലേറ്റ് ആയതുകൊണ്ടാണ് ഇവിടെ എത്താൻ ലേറ്റ് ആയത്. അല്ലെങ്കിൽ വെസ്റ്റ് കോസ്റ്റ് ആയാലും ചെന്നൈ മംഗളൂരു സൂപ്പർ ഫാസ്റ്റ് ആയാലും ഈ സമയത്ത് നല്ല എത്തണ്ട, നേരത്തെ എത്തണം. ഇതേ 2 കുപ്പി വെള്ളവും കിട്ടിയിരിക്കുകയാണ്. ഓരോരോ ലിറ്ററിൻ്റെ വെള്ളമാണ് 2 പേർക്കും കിട്ടി. കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഇനാഗുറൽ പരിപാടി ഉണ്ടായല്ലോ, അതിൻ്റെ ഒരു ബോർഡൊക്കെ അവിടെ കാണുന്നുണ്ടതാ. വണ്ടി ഇവിടെ നിന്നല്ലോ.
വേണ്ട അതിൻ്റെതാ മേലേക്ക് ഇതാ വേണ്ട അതുപോലെ ഇവർ ഇവിടുന്ന് മാറ്റിയിട്ടില്ല. ഇന്ന നാളായിട്ട് ഇതൊക്കെ മാറ്റും. ഒരു ചേട്ടൻ അവിടെ നിന്ന് വീഡിയോ എടുക്കുക. മംഗളൂരു സെൻട്രൽ. ഇനി ഇവിടുന്ന് വിട്ടല്ലോ, ഇനിയിപ്പോൾ ഇവർ ഈ ഒരു ടൈമിൽ തന്നെ എന്താ പറയുക ടീയും കാര്യങ്ങളൊക്കെ തരും. പിന്നെ എൻ്റെ മുഖത്തായാലും നബീൻ്റെ മുഖത്തായാലും ഉറക്കക്ഷീണം നല്ല രീതിയിലുണ്ടാകും. കാരണം ഞാൻ ഇന്ന് ഉറങ്ങി വന്നിട്ട് 2:30 ഉറങ്ങി വന്നിട്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ നിങ്ങൾക്ക് കണ്ണിൽ കാണാൻ പറ്റും. 2:30 അലറാം വെച്ച് 2:30 തന്നെ ഉറങ്ങി. പിന്നെ നമ്മൾ ഈ വണ്ടിക്ക് വെസ്റ്റ് കോസ്റ്റിൽ നിന്ന് വരാൻ നല്ല പ്ലാൻ ഉണ്ടായിരുന്നു. നമ്മുടെ ഈ പറഞ്ഞ പോലെ MGR ചെന്നൈ സെൻട്രൽ മംഗലാപുരം നമ്മുടെ സൂപ്പർ ഫാസ്റ്റ് ഇല്ലേ, അതിന് വരാനാ പ്ലാൻ ഉണ്ടത്. 5 മണിക്ക് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെ പ്ലാൻ ഉണ്ടായത്. വീട്ടിൽ നിന്ന് ഇറങ്ങണമല്ലോ, 1.5 മണിക്കൂർ യാത്രയുണ്ടല്ലോ. അതെ. ഈ വണ്ടിക്ക് ലേറ്റ് ആയതുകൊണ്ട് വെസ്റ്റ് കോസ്റ്റ് കിട്ടി. വെസ്റ്റ് കോസ്റ്റ് തന്നെ 3 മണിക്കൂറിനടുത്ത് ഡിലേ ആയി. അതുകൊണ്ട് തന്നെ അതിന് എല്ലാവരും വീഡിയോ സ്റ്റാർട്ട് തന്നെ ഒരു തിടുക്കത്തിലായിപ്പോയി. ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മളെ ഇവിടെ തന്നെ ഇതാ ഒരു ടേബിളൊക്കെ ഉണ്ട്, നമുക്ക് നല്ല രീതിയിൽ ഫുഡൊക്കെ വെച്ച് കഴിക്കാം. അതുപോലെ തന്നെ ഗ്രീൻ വാലിൻ്റെ വെള്ളമാണ് കിട്ടിയത്. റെയിൽ നീരല്ല, നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടാക്കുന്ന ഇതാണ്. പിന്നെ 3D ലൈറ്റ്സൊക്കെ നവീക തൊട്ടോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെയാണ്. പിന്നെ കർട്ടനും കാര്യങ്ങളൊക്കെ ഉണ്ട്. വന്ദേ ഭാരതിൻ്റെ കാര്യങ്ങൾ പിന്നെ എല്ലാവരോടും പിന്നെ എല്ലാം എടുത്തെടുത്ത് പറയുന്നില്ല. കാരണം നമ്മുടെ മലയാളികൾക്ക് വന്ദേ ഭാരതിൻ്റെ സകലമാന കാര്യങ്ങൾ തന്നെയാണ്. ഈ ട്രെയിൻ നിർത്തണമെങ്കിലുണ്ടല്ലോ അതിലൊരു പ്രസ് ചെയ്താൽ മതി. വേണ്ട ടു സ്റ്റോപ്പ് ട്രെയിൻ പ്രസ് ദ ബട്ടൺ. ഈ ട്രെയിനിൽ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉള്ളത് ഈ ഒരു ഡോറിൻ്റെ ഇവിടെ തന്നെയാണ്. കണ്ട കറക്റ്റ് കയറുന്ന ഇവിടെ തന്നെയാണ് അതിൻ്റെ കിറ്റ് ഉള്ളത്. ഇത് ഓപ്പൺ ചെയ്തിട്ട് എന്ന് വേണമെങ്കിൽ എമർജൻസി മെഡിസിനൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാം. മംഗളൂരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തുകയാണ്. ഇവിടെ സ്റ്റോപ്പില്ല, സ്കിപ്പ് ചെയ്ത് പോകും. മംഗളൂരു ജംഗ്ഷൻ. ഇവിടെ ഏതെങ്കിലും വണ്ടി വരാനുണ്ട് തോന്നി ഈ സമയത്ത്. ഇപ്പൊ തിരക്ക് കാണുന്നുണ്ട്. കുലശേഖര ടണൽ വഴി പോവുക. ടണൽ കഴിഞ്ഞ് ഇപ്പം ട്രെയിൻ പോകുന്നത് 80 km/h. ഈ വണ്ടി 120 കയറും. ഇപ്പം സ്പീഡ് എടുത്ത് തുടങ്ങിയതേ ഉള്ളൂ. കാരണം മംഗളൂരു വിട്ടതല്ലോ ഏതോ ഒരു വണ്ടി. ലോകമാനത്തിലെ കൊച്ചുവേളി ഇത് നമ്മുടെ വീക്ക്ലി എക്സ്പ്രസ്. ചമ്പയിൽ തന്നെയാണ് പോകുന്നത്. ഈ കാണുന്ന ഇവിടെയാണ് മാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉള്ളത്. ജോക്കട്ടെ എന്ന് പറഞ്ഞൊരു സ്ഥലത്തിൻ്റെ അടുത്താണ് ഈ ഒരു സ്റ്റേഷൻ്റെ ഇത് കാണാൻ പറ്റുന്നത്. ഈ എയർപോർട്ടിൽ ഇപ്പോൾ കാണിച്ച എയർപോർട്ട് അത് ഈ വന്ദേ ഭാരതിൽ നിന്ന് പോകുമ്പോൾ കാണാൻ പറ്റില്ല. കാരണം നമ്മളിപ്പം നോർമലി സ്ലീപ്പർ ക്ലാസ്സിലും ജനറലൊക്കെ പോകുമ്പോൾ ഈ വഴി പോകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇത് കാണാൻ പറ്റും. കാരണം ഇവിടെ വലിയൊരു വളവുണ്ട്. ആ വളവ് നേരെ നോക്കി നമുക്ക് കാണാൻ പറ്റും ഈ ഒരു എയർപോർട്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജോക്കട്ടെ എന്ന് പറഞ്ഞിട്ടൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് ഇവിടെ. ആ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ്. അവിടെ നോക്കിയാലാണ് ഡയറക്റ്റ് ഈ ഒരു എയർപോർട്ട് ഈ ഒരു വ്യൂ കാണാൻ വേണ്ടി പറ്റുക. വണ്ടി സ്പീഡ് എടുത്ത് തുടങ്ങിയിട്ടേ ഇല്ല അല്ലേ? ഇല്ല. അതുപോലെ തന്നെ എയർപോർട്ടിൻ്റെ കാര്യം പറയുമ്പോൾ അത് ബജ്പേ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് അതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. നമ്മുടെ കാലിക്കറ്റ് നമ്മുടെ കരിപ്പൂർ എയർപോർട്ട് പോലെ തന്നെ ഒരു ടേബിൾ ടോപ്പ് എയർപോർട്ടാണ്. അതെ. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരു വലിയൊരു എന്താ പറയുക ഒരു വിമാനാപകടം ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് ഓർമ്മ അത് വന്നുപോയി ആ ഒരു വിമാനത്താവളം കാണിക്കുന്ന സമയത്ത്. കൊങ്കൺ റെയിൽവേയിലേക്ക് കയറി. ഇത് ട്രെയിനിൻ്റെ സ്പീഡ് 100-ന് മുകളിൽ കയറി. 113, 112, 110 ഇതിലെന്നെ സ്ട്രെച്ച് ചെയ്ത് പോവുക. ഇനിയൊരു 35 കിലോമീറ്ററിന് മേലെ ദൂരമുണ്ട് ഉടുപ്പിയിലേക്ക്. നവീനുള്ള ഫുഡ് കിട്ടിയിരിക്കുകയാണ്. നവി വെജാണ് സെലക്ട് ചെയ്തത്. ഇത് വെജാണ്. കാരണം ഗ്രീൻ ഉള്ളത് വെജും റെഡ് ഉള്ളത് നോൺ വെജും. ഞാൻ നോൺ വെജാണ് പ്രിഫർ ചെയ്തത്. അല്ല, 2 വെറൈറ്റി നമ്മൾ നോക്കണം. വെജും നോൺ വെജും നമ്മൾ പ്രിഫർ ചെയ്തത്. രണ്ടിലത്തെ ഫുഡ് എന്തൊക്കെയാണെന്ന് മനസ്സിലാവണ്ടേ? തീർച്ചയായും. ഇത് വന്നിട്ടുണ്ട്. അങ്ങനെ ഫൈനലി എൻ്റെ ഒരു ഭക്ഷണം കൂടെ ഇവിടെ വന്നിരിക്കുകയാണ്. ഈ ഒരു നോൺ വെജ് ഭക്ഷണം ഉണ്ടല്ല 15 മിനിറ്റ് ടൈം എടുത്ത്. ഇത് വന്നതിന് ശേഷം ഒരുപാട് ടൈം എടുത്തത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വെജിൽ നിന്ന് തുടങ്ങാം. എന്തൊക്കെയാണ് ഉള്ളത്. അത് അവിടെ ഒരു സ്പൂണുണ്ട്.
പിന്നെ ഇത് മെയിനായിട്ടുള്ള ഇതിലൊരു പാക്കറ്റ് തുറന്ന് കാണുന്നത് ഇഡ്ഡലിയും ഒരു വടയുമാണ്. രണ്ട് സെറ്റ് ഇഡ്ഡലിയുണ്ട്, അതായത് 2 ഇഡ്ഡലിയുണ്ട്. ഒരു വെറൈറ്റി ടൈപ്പ് ഇഡ്ഡലി കണ്ടതാ. ഇഡ്ഡലി നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതാ ഈ ഇഡ്ഡലി കണ്ടതാ, ഇങ്ങനെ ഇഡ്ഡലി ഉണ്ടാവുക. അതിൻ്റെ അതെന്ത് കറിയാന്ന് നോക്കിയേ. ഈ VP എന്നുള്ളത് വടാപ്പാവ് എന്നാണോ? വടാപ്പാവ് ആയിരിക്കും ചാൻസ് ഇല്ല, കാരണം ഈ ഒരു ഭാഗത്ത് വടാപ്പാവ് കിട്ടും അവന്. നോക്കിയേ, VP എന്ന് എഴുതണമെങ്കിൽ അതിൽ വേറെ എന്തെങ്കിലും ഇത് വേണ്ടേ? അല്ല ഇതെന്താ, ഇതാണോ ഉപ്മാ? ഇത് ഉപ്മാവാണ്. അത് പിന്നെ അടുത്തിന് വേറെ പറയേണ്ട കാര്യമില്ല. ഇതെന്ത് കറിയാന്ന് കൂടെ നോക്കണ്ടേ? എന്ത് കറിയത്? ദാല്. രാവിലെ തന്നെ പരിപ്പ് കറിയാണ് അതിൽ. ഇനിയിപ്പം നമുക്ക് നോൺ വെജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഇതുണ്ട്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും നമുക്ക് തുറക്കാം. ഓംലെറ്റ്, 2 ബ്രെഡ്, 2 ബ്രെഡ്, ഒരു ബട്ടർ. ഇതാണ് നോൺ വെജിൽ വരുന്നത്. ശരിക്കും ഇതിനെക്കാട്ടി നല്ല ഭക്ഷണമായിട്ട് എനിക്ക് തോന്നി ഇത് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ വെജിൽ പറയുകയാണെങ്കിൽ ഒരു സീറൊക്കെ ഉണ്ട് കണ്ടതാ. അതുപോലെ തന്നെ ഇത് ചട്നി അല്ലേ? അതെ, ചട്നി. അപ്പൊ വെജ് നല്ലത് കേട്ടാ. നിങ്ങൾ വെജ് തന്നെ ഇഷ്ടപ്പെട്ടെ. കാരണം നിങ്ങൾ വരുവാണെങ്കിൽ വെജ് ചൂസ് ചെയ്താൽ മതി. നോൺ വെജ് വരുവാണെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ. ട്രെയിൻ ഇപ്പോൾ ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിലെത്തി. നമ്മുടെ വണ്ടി ഇതിന്റെ ഫ്രണ്ട് വ്യൂ ഉള്ളത് ഇവിടെയാണ്. നേരത്തെ അവിടുന്ന് തിരക്ക് കാരണം കാണാനേ പറ്റിയില്ല. ഒരുപാട് സമയമുണ്ട് ഇനിയിപ്പോൾ ഇവിടെ. നല്ല ബിഫോർ ടൈമിലാണ് വണ്ടി എത്തിയത്. ഒരുപാട് സ്ലാക്ക് ടൈം ഉണ്ട് ഈ വണ്ടിക്ക്. ഇപ്പൊ സമയം കറക്റ്റ് 9:39 ആയതല്ലേ. ഇവിടുന്ന് 9:50 എടുക്കുള്ളൂ. ജബൽപൂർ കോയമ്പത്തൂർ എക്സ്പ്രസിന്റെ അനൗൺസ്മെന്റ് ആണ് ഇപ്പൊ ഇവിടെ കേൾക്കുന്നത്. ഇവിടെ മഡ്ഗാവ് അതിൽ എഴുതിയിട്ടുണ്ട്. ഇത് കന്നഡയിലാണ് ഇപ്പൊ എഴുതിയിട്ടുള്ളത്. വേണ്ട, ഇവിടേക്ക് ഇന്നലെ ഇനാഗ്രേഷന്റെ പരിപാടിയൊക്കെ ഉണ്ടായിട്ടില്ല. അതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. നേരത്തെ വന്നു നിന്നാ പിന്നെ പറഞ്ഞിട്ട് കാര്യം ഇപ്പോഴും എടുക്കൂലല്ലോ. മേക്ക് ഇൻ ഇന്ത്യ, ഇന്ത്യൻ റെയിൽവേസ്. അതുപോലെ മംഗളൂരു മഡ്ഗാവ് വന്ദേ ഭാരതിന്റെ ട്രെയിൻ നമ്പർ പറഞ്ഞില്ലല്ലോ. ഇതാണ് 20646. അതാണ് ട്രെയിൻ നമ്പർ വരുന്നത്. അതുപോലെ തന്നെ ഇത് 2023 നിർമ്മിച്ച കോച്ചാണെന്നൊക്കെ ഇതാ ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇന്ത്യൻ റെയിൽവേ, IR, ഭാരതീയ റെയിൽ. ഈ വന്ദേ ഭാരതിലായാലും നമ്മൾ ഈ ഒരു പ്രീമിയം ട്രെയിനിലാണെങ്കിലും നമുക്ക് ചായ കിട്ടുമല്ലോ. അതിൻ്റെ ഈ ഒരു കിറ്റ് പൊട്ടിക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ നേരത്തെ പുറത്തിപ്പോൾ ഉടുപ്പിൽ ഇറങ്ങുമ്പോൾ തന്നെ ചായ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇതേപോലെ വെള്ളം വരും, അതിൽ നമുക്ക് ആ ഒരു മിക്സ് കലർത്തണം. അത് എല്ലാം ഇതിൽ പഞ്ചസാരയും എല്ലാം ഉണ്ട് ഇതിൽ. അതുപോലെ തന്നെ നമ്മളെടുത്തത് ചായയാണ്, ടീ എടുത്തത്. കോഫി വേണ്ടവർക്ക് കോഫി കിറ്റ് കിട്ടും. അതെ, കോഫി കിറ്റും കിട്ടും. പിന്നെ ഈ നോൺ വെജിൻ്റെ കാര്യം പറഞ്ഞില്ലേ, സത്യം പറയാലോ, ഇത് എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് ഈ വെജ് തന്നെയാണ്. ഞാനും നവി ഇതന്നെയാണ് കഴിച്ചത്. കാരണം ഞങ്ങൾ വെജും നോൺ വെജും കാണിക്കേണ്ടത് കൊണ്ട് മാത്രമാണ് 2 സെലക്ട് ചെയ്തത്. കാരണം അല്ലെങ്കിൽ ഞാനൊരിക്കലും നോൺ വെജ് സെലക്ട് ചെയ്യില്ല. അതുപോലെ തന്നെ നോൺ വെജ് സെലക്ട് ചെയ്യുകയാണെങ്കിലുണ്ടല്ലോ, ഈ നമ്മുടെ IRCTCൻ്റെ ആ ഒരു മെനു, വന്ദേ ഭാരതിൻ്റെ ഒരു മെനു ഒക്കെ പറയുകയാണെങ്കിൽ ഇവർ രാവിലത്തെ നോൺ വെജിൻ്റെ ഇതിൽ ബ്രേക്ക്ഫാസ്റ്റിൽ ഓംലെറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, ബ്രെഡ് ഓംലെറ്റ്. ഇപ്പം നമുക്ക് ചില സമയത്ത് എല്ലാവർക്കും രാവിലെ ഓംലെറ്റ് ചിലപ്പോൾ കഴിക്കാൻ പറ്റുന്നത്. ഈ വണ്ടിയുടെ അടുത്ത സ്റ്റോപ്പ് ഉള്ളത് ഇനി കർവാറിലാണ്. അതായത് അതിനിടയിൽ ഒരുപാട് സ്റ്റോപ്പുകളുണ്ട് അറിയാലോ. ഗുണ്ടാവൂരുണ്ട്, ബത്കലുണ്ട്, ബൈന്ദൂരുണ്ട്. അവിടെ ഒന്നും ഇതിന് സ്റ്റോപ്പില്ല. എല്ലായിടത്തും സ്കിപ്പ് ചെയ്ത് പോകും. കർവാർ കഴിഞ്ഞാൽ പിന്നെ മഡ്ഗാവായി. ഇനിയിപ്പം മഡ്ഗാവ് എത്തുന്നതിന് മുമ്പ് ഒരു സ്റ്റോപ്പ് മാത്രം. അങ്ങനെ ഉടുപ്പിയും കഴിഞ്ഞു. 115, 114, 113. സ്പീഡ് കുറയണല്ലോ. അല്ല, ഇതന്നെ പോകുന്നുണ്ട്. നല്ലൊരു നദിയൊക്കെ വരണ ഈ സമയത്ത് അടിപൊളിയായിരിക്കും. വരും എത്ര നദികൾ കാണാനുണ്ട്. അത്ര നമുക്ക് ശരാവതി റിവറൊക്കെ കാണാനുണ്ട്. അത്ര അത് ഹൊന്നാവർ എത്തണം. ഇത് പറഞ്ഞതേ ഉള്ളൂ. ഇത് നോക്കൂ, വാട്ട് എ ബ്യൂട്ടി. ഇതാണ് കൊങ്കൺ റെയിൽവേ. ഞങ്ങൾ ഇത്ര നേരം സീറ്റ് കോച്ചിലാണ് ഉണ്ടായത്. കാരണം അതിൽ മൊത്തം കാലിയായിട്ട് തന്നെയാണ് ഉള്ളത്. കാരണം ഞാൻ ഈ വണ്ടി വിടുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഉടുപ്പിയിൽ നിന്ന് ഇതെന്തായാലും കുറേ ആൾക്കാർ ആ സീറ്റിൽ കയറുന്നു. അത് കയറിയില്ല. കാരണം അത് മൊത്തം വേക്കൻ തന്നെയാണ്. ഈ ട്രെയിനിലത്തെ TT-മാർ മുഴുവനും മലയാളീസാണ്. പാലക്കാട് ഡിവിഷൻ്റെ കീഴിലുള്ള TT-മാർ തന്നെയാണ്. അവരിനിപ്പോൾ മഡ്ഗാവിലോട്ട് പോകും. ഇതേ വണ്ടിക്ക് തന്നെ തിരിച്ചും വരും.
എത്ര നേരം നമ്മൾ അവരോട് സംസാരിച്ചു അല്ലേ? അതെ, നമ്മൾ ചെക്ക് ചെയ്ത, അതായത് നമ്മളെ ടിക്കറ്റ് ചെക്ക് ചെയ്ത TT എന്ന് പറഞ്ഞാൽ നമ്മുടെ കാഞ്ഞങ്ങാട് മാവുങ്കാല് സ്വദേശിയാണ്. നമ്മൾ ആ സാറിനെ കണ്ട് സംസാരിച്ചു. വേറൊരു സാറുണ്ടായിരുന്നു, കുറേ നേരം സംസാരിച്ചു, ഇല്ലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ സമയത്താണ് നമ്മുടെ മൂകാംബിക റോഡ് ബൈന്ദൂര് റെയിൽവേ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്ത് പോയത്. നല്ല സ്പീഡായിരുന്നു. അവരോട് സംസാരിക്കുന്ന സമയത്ത് നമുക്കത് വീഡിയോ കവർ ചെയ്യാൻ സാധിച്ചില്ല. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്താ പറയുക, നമ്മുടെ ബത്കല് വഴി ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ സ്പീഡിൽ തന്നെ ആ ഒരു ഉടുപ്പി വിട്ടതിന് ശേഷം വണ്ടി ഒരു 100-ൽ തന്നെയാണ് പോകുന്നത്. അതായത് അതിൻ്റെ താഴോട്ട് പോയിട്ടേ ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു മൂകാംബിക എത്തുക അറിഞ്ഞിട്ടേ ഇല്ല. ആ ഒരു ബൈന്ദൂരിൽ പെട്ടെന്ന് എത്തിപ്പോയത്. ഇതിപ്പോൾ ഇത് ഏതോ ഒരു സ്റ്റേഷനെത്തി. ഇത് ഷിരൂർ എന്ന് പറഞ്ഞിട്ടൊരു റെയിൽവേ സ്റ്റേഷൻ. ട്രെയിൻ ഇതാ ബത്കൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ക്രോസിംഗ് ആണ്. ഹസ്രത്ത് നിസാമുദ്ദീൻ തിരുവനന്തപുരം സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിനുള്ള വെയിറ്റിംഗ് ആണ്. അത് 6 മണിക്കൂർ ഡിലേ ആണ്. 6 മണിക്കൂർ അത് നോട്ട് ചെയ്ത് വെച്ചു. ഇപ്പൊ ഡൽഹി ഭാഗത്തേക്കൊക്കെ പോകുന്ന ട്രെയിനുകൾ, ഡൽഹിയിലേക്ക് പോകുന്നാലും തിരിച്ചു വരുന്നൊക്കെ കേരളത്തിലേക്ക് വരുന്ന ഒട്ടുമിക്ക ട്രെയിനുകളും ഭയങ്കര ഡിലേ ആണ്. 5 മണിക്കൂറിന് മുകളിലാണ് ഡിലേ. മംഗള, കേരളത്തിലെ ഞാൻ പറഞ്ഞൊക്കെ എപ്പം ഡിലേ ആണ്. ഈ പറഞ്ഞ വിന്ററിന് സമയമാണ്. പിന്നെ അവിടെ മധുരയിൽ എന്തോ ട്രാക്ക് പണി നടക്കുന്നുണ്ട്, തെലുങ്കാനയിലെ ട്രാക്ക് പണി നടക്കുന്നുണ്ട്. എല്ലായിടത്തും പണിയാണ്. അതുകൊണ്ട് കുറെ വണ്ടികൾ ക്യാൻസൽ വന്നു. അപ്പോൾ ആ വണ്ടി ഇപ്പോൾ അതിലൂടെ പോകും, നമുക്കത് കാണാം. C1 കോച്ചിൽ നിന്ന് ഇപ്പോൾ C2 കോച്ചിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടുത്തെ ഈ ഒരു വിൻഡോൻ്റെ ക്ലിയർ നോക്കണം. ഓക്കെ, ഒരഴുക്കും ഇല്ലതാ. ആകെ ഇവിടെ മാത്രമേ ഉണ്ട്, ഈ ഒരു ഭാഗം മാത്രം. അത് നോക്കണ്ട, ഇവിടെ കണ്ട എന്താ ക്ലിയർ നോക്കിയാൽ. ഇപ്പോൾ വണ്ടി ഇതാ അതുവഴി വരും. അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. ട്രിവാൻഡ്രം സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. അത് പോയി. അപ്പോൾ ഇതാണ് ബത്കൽ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ ഇപ്പോൾ ഒരു 10 മിനിറ്റിന് വണ്ടി നിന്നു. ഇനിയിപ്പോൾ എടുക്കും വണ്ടി. അങ്ങ് അവിടെ അതാ ശിവപ്രതിമയും ആ ഒരു ടെമ്പിളും നല്ല രീതിയിൽ ഇവിടെ നിന്നാണ്. ഈ ഒരു ഭാഗത്ത് നിന്ന് മുരുടേശ്വർ ടെമ്പിളും ആ ഒരു ശിവപ്രതിമയും. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ബീച്ചും ഉള്ളത്. ട്രെയിനിൽ പോകുമ്പോൾ നമുക്ക് ഇത്രയും സുന്ദരമായിട്ട് കാണാൻ പറ്റും. എന്തല്ല ഇവിടുന്ന് കാണുമ്പോൾ വേറെ തന്നെ ഒരു ഫീലാണ്. ആ സ്റ്റാച്ചു ഇങ്ങനെ എടുത്ത് നിൽക്കുന്നുണ്ട്, ആ ഒരു ശിവപ്രതിമ. ഇതാണ് കറക്റ്റ് ഫേസ്. മുരുടേശ്വർ നിങ്ങൾ വരുമ്പോൾ ഉണ്ടല്ലോ, ഇവിടെ റെയിൽവേ സ്റ്റേഷനിലെ ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ തൊട്ട് മുന്നിലേ കൂടെ തന്നെയാണ് ഹൈവേ ഉള്ളത്. ഈ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയാൽ തന്നെ ഇവിടെ ഓട്ടോ കിട്ടും. നിങ്ങൾക്ക് ഡയറക്റ്റ് ക്ഷേത്രത്തിൻ്റെ അവിടം വരെ ഓട്ടോയിൽ പോകാം. ഇവിടെ നിന്ന് ആകെ 1.5 കിലോമീറ്ററും കണ്ടേ ദൂരമുള്ളൂ. അതാണ് മെയിൻ കവാടം വരുന്നത്, ഒരു ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു ഭാഗം. മുരുടേശ്വർ. ഞങ്ങൾ ഇവിടുന്ന് ഡയറക്റ്റ് ടെമ്പിളിലേക്ക് പോകുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണാം. ഈ ബട്ടിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. എളുപ്പമാണ്. ശരിക്കും പറഞ്ഞാൽ ഒന്നും മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെയും സ്ലോ ആയിട്ടാണ് പോകുന്നത്. ഇനിയിപ്പോൾ ക്രോസിംഗ് ആണെന്നൊന്നും അറിയില്ല. നിർത്തുമോ നോക്കാം നമുക്ക്. പിന്നെ മുരുടേശ്വർ റെയിൽവേ സ്റ്റേഷനിലെ എല്ലാ ട്രെയിനും അങ്ങനെ സ്റ്റോപ്പില്ല. ആകെ വിരലിലെണ്ണാൻ പറ്റുന്ന ട്രെയിൻ മാത്രമേ സ്റ്റോപ്പുള്ളൂ. പിന്നെ ഇവിടുന്ന് ഒരു മെയിൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, മുരുടേശ്വർ SMVT ബംഗളൂരു. പണ്ട് മംഗളൂരു നിന്ന് സ്റ്റാർട്ട് ചെയ്ത വണ്ടിയായിരുന്നു. ഇതാണ് മെയിൻ ഭാഗത. ഇവിടെ നിർത്തുന്നില്ല, വണ്ടി എടുത്ത്. ഇവിടെ ഒരു വണ്ടിയുണ്ട്, മുംബൈ CST മംഗളൂരു ജംഗ്ഷൻ സൂപ്പർഫാസ്റ്റ്. ഇത് മങ്കി എന്ന് പറഞ്ഞിട്ടൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഇത് ശരാവതി റിവറാണ്, ഹൊന്നാവർ. ഇതിന് 2 സെക്ഷൻ ഉണ്ട്. ഒന്ന് ഇവിടെ ഉണ്ട്, അത് ഇങ്ങനെ വളഞ്ഞിട്ട് വേറൊന്നും ഇവിടെ ഉണ്ട്. കണ്ടോ, 2 ഭാഗമായിട്ടാണ് ഈ ഒരു റിവർ ഉള്ളത്. ചെറിയ രീതിയിലെ തുരുത്തുകളൊക്കെ ഉണ്ട്. കണ്ടത്, ചെറുതായിട്ട് വളഞ്ഞു പോകും ട്രെയിൻ. ഇതിൻ്റെ ഈ ഒരു റിവറിൻ്റെ ഒരു ഭാഗം ഇവിടെ കഴിഞ്ഞ് ഇനിയിപ്പോൾ കുറച്ച് പോയി കഴിഞ്ഞാൽ അവിടെ ആദ്യം തുടങ്ങും.
കിടിലൻ സ്ഥലമാണ് ഇത്, ഹൊന്നാവർ. ഈ ഒരു റിവർ ഉള്ളത് ഹൊന്നാവർ റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുന്നേ ആണ്, നമ്മൾ ഗോവയിലോട്ട് പോകുമ്പോൾ. ഇതടുത്തത് ഇതാ. ഇതിപ്പോൾ ഈ ട്രെയിൻ ചെറുതായതുകൊണ്ട് നമുക്ക് ഈ വളഞ്ഞു പോകുന്ന കാണാൻ പറ്റില്ല. ഇവിടെ ബോട്ടുകളൊക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞാടൊരു ടണലാണ്. യെസ്, ടണൽ. എത്തി. കർവാറിലേക്ക് ഇനി ഒരു 55 കിലോമീറ്റർ കൂടി ഉണ്ട്. ഒരു ഡീസൽ ലോക്കോമോട്ടീവ് ആണോ ഇത്? ഗുഡ്സ് ആണ്. ഹർവാഡ എന്ന മറ്റുള്ളൊരു റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ ഒരു ട്രെയിൻ ഉണ്ട്, ഓഖ എറണാകുളം എക്സ്പ്രസ്. ഓഖ എറണാകുളം. ഇതിൻ്റെ ഒന്നും ജനറൽ ഒരു തിരക്കേ ഇല്ല. നോക്കിയേ, ഒരു കുഞ്ഞു പോലും ഇല്ല ജനറലൊന്നും. അടിപൊളി. പിന്നെ നമ്മളെ വണ്ടി എന്താ ഇവിടെ സ്ലോ ആയത്? എടുത്ത് പോയിക്കൂടെ? സ്ലീപ്പറിലൊന്നും ആരും ഇല്ല. വണ്ടി ടോട്ടലി കാലിയായിട്ടാണ് പോകുന്നത്. നോക്കി, മഡ്ഗാവ് വരെ ഇതിനെല്ലാം ഭയങ്കര തിരക്കുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ വണ്ടി ടോട്ടലി കാലിയാണ്, ആരുമില്ല. ഞങ്ങൾ തന്നെ ഇതിന് ബത്കലിന്ന് നാട്ടിലോട്ട് വന്നിട്ടുണ്ട്. അന്ന് യാത്ര ചെയ്തപ്പോൾ തന്നെ ആരും ഉണ്ടായില്ല. ഓക്ക എറണാകുളം. ഇത് ഇവിടെ നിന്ന് ബാംഗ്ലൂർ സെൻട്രൽ മഡ്ഗാവ് വന്ദേ ഭാരത് അടുത്ത സ്റ്റോപ്പായ കർവാറിലേക്ക് 7 കിലോമീറ്ററാണ് ഉള്ളത്. അപ്പം ഇതിൻ്റെ ഡേറ്റും ഉണ്ട്, ടൈമും ഉണ്ട്. ഇത് കർവാർ റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുന്നേയുള്ള വലിയൊരു ടണലാണ്. ടണലിപ്പോൾ കഴിയും, കഴിഞ്ഞ്. സമയം 12:15 കർവാർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ വന്ദേ ഭാരത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കർവാർ. ഇവിടെ 2 മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ട്. ഡോറ് തുറന്ന് കർവാർ റെയിൽവേ സ്റ്റേഷനിൽ 2 മിനിറ്റ് ഉണ്ട് നമ്മുടെ വണ്ടിക്ക് ഹോൾട്ട്. അതൊക്കെ ആൾക്കാരൊക്കെ ഇറങ്ങാനൊക്കെ ഉണ്ടല്ലോ. ഇത് ഇവിടെ കഴിഞ്ഞ് ഉണ്ടല്ലോ. നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായ മഡ്ഗാവ് അടുത്ത സ്റ്റോപ്പാണ്. 61 കിലോമീറ്റർ ഉണ്ട്. പെട്ടെന്ന് എത്തും. അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ കയറാം. ഇവിടെ കർവാറിൽ 2 മിനിറ്റാണ് സ്റ്റോപ്പ് ഉണ്ടായത്. ഡോറൊക്കെ ക്ലോസ് ചെയ്ത് വണ്ടി ഇപ്പം മൂവ് ചെയ്യും. മംഗളൂരിൽ നിന്ന് മഡ്ഗാവിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ട്രെയിനിൽ 2 സ്റ്റോപ്പ് മാത്രമേ ഇപ്പം നിലവിലുള്ളൂ. നമ്മുടെ ഉടുപ്പിയും ഈ ഒരു കർവാറും. ഇനിയിപ്പോൾ ഭാവിയിൽ ചിലപ്പം നമ്മുടെ ബൈന്ദൂര് വരുമോ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരുപാട് മലയാളികൾ വരുന്നതാണല്ലോ. കാരണം മംഗലാപുരം ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ട്രെയിനും വന്ദേ ഭാരതിന് പോകണമെന്നൊന്നുമില്ല. പക്ഷെ ഇപ്പൊ ഇതിൽ നിലവിൽ ആൾക്കാർ കുറവായ സ്ഥിതിക്ക് ചിലപ്പം കൊടുത്തേക്കാൻ ഭാവിയിൽ നല്ല രീതിയിൽ അനൗൺസ്മെന്റ് ഉണ്ട്, മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ എന്ന് വെച്ചാൽ നമ്മുടെ ട്രെയിൻ ഉണ്ടല്ലോ ആഴ്ചയിൽ വ്യാഴാഴ്ച മാത്രം സർവീസ് ചെയ്യുന്നില്ല. അത് ഈ പറയുന്ന ഗോവയിലേക്കായാലും തിരിച്ച് ഗോവയിൽ നിന്ന് മംഗലാപുരത്തേക്കായാലും നമ്മുടെ ഇതിന്റെ 2 ടൈമിങ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. രാവിലെ 5:30 ഒരു മഡ്ഗാവ് പാസഞ്ചർ പോകുന്നുണ്ട്. അത് 5:30 പുറപ്പെട്ടിട്ട് 1:15 ഗോവയിൽ എത്തുന്നത്. അതേപോലെ നമ്മുടെ വണ്ടി പുറപ്പെടുന്നത് 8:30. അത് ഗോവയിൽ എത്തുന്നത് സെയിം ടൈം 1:15. അതായത് 3 മണിക്കൂർ ഡിഫറെന്റ് ആയിട്ടാണ് ഈ വണ്ടി പുറപ്പെടുന്നത്. എന്നിട്ട് അതിന്റെ ടൈമിങ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കംഫർട്ടായിട്ട് പോയിട്ട് വരാൻ നല്ല സ്പീഡിൽ വളരെയധികം വേഗത്തിൽ എത്തുന്നത് തന്നെയാണ് വന്ദേ ഭാരത്. കുറച്ച് പൈസ കൂടുതലാണ്. എടുത്തു പറയുകയാണെങ്കിൽ കൊങ്കൺ റെയിൽവേയിൽ സാധാരണ ടിക്കറ്റുകൾ ട്രെയിനിന്റെ ഫെയർ ഉണ്ടല്ലോ, അതിനപേക്ഷിച്ച് കുറച്ച് മടങ്ങ് കൂടുതലാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ വണ്ടി 99% ഓടുന്നത് കൊങ്കൺ റെയിൽവേയിലൂടെയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് കൊങ്കൺ റെയിൽവേന്റെ വണ്ടിയാണ്. അല്ല, ഇത് സദർൺ റെയിൽവേയിൽ പാലക്കാട് ഡിവിഷന്റെ സ്വന്തം വണ്ടിയാണ്. അതെ, അതുകൊണ്ടാണ് ടി ടിമാരെല്ലാം മലയാളികൾ.
എന്തൊരു വ്യൂ നോക്കിയേ. കിടിലൻ വ്യൂ. അവിടെയൊക്കെ തുരുത്തുകളൊക്കെ കണ്ടേതാ. കിടിലൻ. പോകുന്ന സ്പീഡ് കണ്ടാ 113, 114, 112, 113 അങ്ങനെ തന്നെയാ പോകുന്നത്. 110 സ്ട്രെച്ച് തന്നെ. മംഗളൂരു സെൻട്രലിൽ നിന്ന് 5:30 പുറപ്പെട്ട മഡ്ഗാവ് പാസഞ്ചറായത്. ഇപ്പോൾ എക്സ്പ്രസ് ആണ്, അതിനിതാ ഓവർടേക്ക് ചെയ്യുന്നത്. ഈ വണ്ടി പുറപ്പെട്ട് 3 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മളെ വണ്ടി പുറപ്പെടുന്നത്. എന്നിട്ടാണ് ഇതിനെ ഇവിടെ വെച്ച് ഓവർടേക്ക് ചെയ്യുന്നത്. ഇതിന് എല്ലായിടത്തും സ്റ്റോപ്പുണ്ട്. ലോലിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ ഇത് ഓവർടേക്ക് ചെയ്ത്. ഇനി ഗോവയിലേക്ക് 30 കിലോമീറ്റർ കൂടെ ഉള്ളൂ. ഇതിന് ഇപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് തരാനാ. കനാക്കോണെന്ന് പറഞ്ഞ സ്ഥലം ഇപ്പൊ കഴിഞ്ഞു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ പാൻട്രി ഷാപ്പുകൾ എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നില്ലാണ്ട് അവർ ഉച്ചക്കത്തെ ഫുഡ് തരുന്നില്ല. കാരണം നമ്മൾ ഓൾറെഡി 364 രൂപ കൊടുത്തിട്ടുള്ളത്. അപ്പം അതിനകത്ത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പുറമെ ലഞ്ച് കൂടി ഉണ്ട്. അതിനാണ് അർത്ഥം. പക്ഷേ ഗോവ എത്തുന്നതിന് മുന്നേ തന്നെ ഫുഡ് കൊണ്ട് തരേണ്ടതാണ്. കാരണം അല്ല, ഈ ദേശം ഒരുപാട് പ്രായമായവരുണ്ട്. അവരൊക്കെ എങ്ങനെ ധൃതിപ്പെട്ട് കഴിക്കും ഇതൊക്കെ? കാരണം നമ്മൾ ഇന്ത്യയിലെ പ്രീമിയം ട്രെയിനുകളൊക്കെ യാത്ര ചെയ്തവരാണല്ലോ. കാരണം കൃത്യസമയത്ത് തന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ ആ ഒരു ടൈം ആവും തന്നെ അവർ ഭക്ഷണം കൊണ്ടുതരും. എല്ലാവരും തരും. അതെ, എനിക്ക് എന്തോ ഒരു തൃപ്തിപ്പെടുന്നില്ല. അത് നേരത്തെ കയറിയ സമയത്ത് തന്നെ രാവിലെ തന്നെ പറഞ്ഞില്ല, കുറേ ആൾക്കാർ തന്നെ ഇവരോട് ചൂടായൊക്കെ ഉണ്ട്. എന്താണെന്നറിയില്ല. ഇനി 24 കിലോമീറ്റർ കൂടെ പോകാനുള്ളൂ. ഇതേ ഒരു ഫുഡ് വന്നിട്ടുണ്ട്. നവീൻ്റെ ഫുഡ് ഇവിടെ വന്നിട്ടുണ്ട്. വെജ് വന്നിട്ടുണ്ട്. എൻ്റെ ഇവിടെ ഇതുവരെ വന്നിട്ടില്ല. വരട്ടെ, വെയിറ്റ് ചെയ്യാം. 2 പേർക്ക് കഴിക്കേണ്ട ഭക്ഷണം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി എത്ര കിലോമീറ്റർ ഉണ്ട്? 12 കിലോമീറ്റർ. അടുത്ത സ്റ്റോപ്പ് തന്നെ മഡ്ഗാവ് തന്നെയാണ്. ഇപ്പൊ ബല്ലി എന്ന് പറഞ്ഞ സ്റ്റേഷൻ കഴിഞ്ഞ് ഇനിയിപ്പോൾ ധൃതിപ്പെട്ട് കഴിക്കേണ്ട അവസ്ഥയെ. ഇത് നവീൻ്റെ വെജ് ബിരിയാണി ആയിരിക്കും, എൻ്റെ ചിക്കൻ ബിരിയാണി ആയിരിക്കും. കാരണം അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ വരിക. പറഞ്ഞോളൂ. ഓ, വൈറ്റ് റൈസാ? റൈസ് മാത്രമേ ഉള്ളൂ. ഞാൻ വെജ് ബിരിയാണിയാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ഇത് വെറും റൈസ് മാത്രമേ ഉള്ളൂ. വേറെ കറിയൊന്നും ഇല്ലേ? വേറെ ഒരു കറിയും ഇല്ല. ഇതിൽ കുറച്ചുണ്ടല്ലോ, നമുക്ക് ക്യാരറ്റിന്റെ ഒക്കെ പീസൊക്കെ കാണാം കേട്ടോ. ഇതിന്റെ അടിയിൽ വല്ല മസാല ആയിട്ടുണ്ടോ? സമയമില്ല. എന്റെ ചിക്കൻ ബിരിയാണി CB തന്നെ അതിൽ എഴുതിയിട്ടുണ്ട്. യെസ്, ഞാൻ പ്രൊഡിക്റ്റ് ചെയ്ത പോലെ തന്നെ. എന്ത് നവി വേണോ? ഞാൻ എന്താണെന്ന് അറിയാം, നോൺ വെജ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പ്രിഫർ ചെയ്യാത്തത്. ഈ നോൺ വെജ് ഉച്ചക്ക് പോകുന്ന സമയത്ത് 3 കഷ്ണം റൊട്ടി കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ ചിക്കൻ കറി, കുറച്ച് റൈസ്. ഇതാണ് ഇതിന് വന്ദേ ഭാരതിന് പൊതുവെ ഒരു മെനു വരുന്നത്. ഞാൻ അത് പ്രതീക്ഷിച്ചിട്ട് വെജിറ്റേറിയൻ കൊടുത്തു. കാരണം രാവിലെ നല്ല ഭക്ഷണം കിട്ടുമല്ലോ. ഇപ്പൊ തോന്നുന്നു ഇത് മതിയായിരുന്നല്ലേ. അപ്പൊ ഇനിയിപ്പോ പെട്ടെന്ന് തന്നെ കഴിച്ചേക്കാം. 4 സ്പൂൺ എടുത്തിട്ട് വേഗം കഴിച്ചോ. റൈസിൽ മസാല ഉണ്ട് അടിയില്. മസാല ഒന്നുമില്ല, നീ പറഞ്ഞ പോലെ തന്നെ ഇതേപോലെ തന്നെ എന്താ പറയാ, ഒരു വെജ് ബിരിയാണീന്റെ ഒരു മോഡൽ. വെജ് ബിരിയാണി ഒറ്റടിക്ക് പറയാൻ പറ്റില്ല, അതിൻ്റെ ഇതൊന്നും കാണുന്നില്ല അതില്. പിന്നെ ഇവിടെ തൈരുണ്ട്, പിന്നെ ഇതാ ഫ്രൂട്ട്, യോഗട്ട്, മാംഗോ ഇതും ഉണ്ട്. പിന്നെ ഒരു കെച്ചപ്പും ഉണ്ട്. ഇതാണ് വെജ് ഫുഡ്. ഇതിൽ ചിക്കൻ ബിരിയാണിയും ആ നേരത്തെ പറഞ്ഞ പോലെ യോഗട്ടും ഉണ്ട്, തൈരും ഉണ്ട്, സ്പൂണും ഉണ്ട്, ഈ കെച്ചപ്പും ഉണ്ട്. മംഗളൂരിൽ നിന്ന് 318 കിലോമീറ്റർ യാത്ര ചെയ്ത് ഇപ്പിതാ ഗോവയിലെ മഡ്ഗാവ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തുകയാണ്. ഇവിടെ 1:15 എത്തേണ്ട ട്രെയിൻ 1:10 എത്തി. ഡിലേ ഒന്നുമില്ല, ബിഫോർ ടൈം. മഡ്ഗാവ്. ഇവിടെ കാണുന്ന ഈ ട്രെയിനില്ലേ 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ, അത് പൂണെയിൽ നിന്ന് എറണാകുളത്തോട്ട് പോകുന്ന പൂർണ്ണ എക്സ്പ്രസ്. പൂർണ്ണ എക്സ്പ്രസ് റെഡിയാണ്. കാരണം ഇതിപ്പോൾ വന്നോണ്ട് മിക്കവാറും ഇതിപ്പോൾ പോവും. യെസ്, അങ്ങനെ ഇതാ മഡ്ഗാവിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. യെസ്, ഡോർ തുറന്നിരിക്കുകയാണ്. അങ്ങനെ ഗോവയിൽ എത്തിയിരിക്കുകയാണ്. വന്ദേ ഭാരതിന് വന്ന് ഇത് 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് നമുക്ക് ഇറങ്ങാം. ഈ ഒരു കോച്ചിൽ നേരത്തെ പറഞ്ഞല്ലോ ഒരാളും ഉണ്ടായിട്ടാ.
ഇപ്പോൾ നേരെ സ്റ്റെപ്പ് കയറി നേരെ നമ്മൾ വന്ന മംഗളൂരു മഡ്ഗാവ് വന്ദേ ഭാരത് 2 ഇത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ മഡ്ഗാവ് മുംബൈ വണ്ടി ഇതിപ്പോൾ പോവും 2:45. അപ്പോൾ ആ വണ്ടിക്ക് വന്ന അതായത് നമ്മളെ മഡ്ഗാവ് മംഗളൂരു മഡ്ഗാവ് വണ്ടിക്ക് വന്നവർക്കൊക്കെ ഇതിന് പോവാം. കണക്ഷനാണ്. ഇനിയിപ്പോൾ നേരെ പുറത്തേക്ക് ഇറങ്ങാം. തിരക്ക് കുറവാണ് ഗോവയിൽ. ഇതൊന്നും അല്ല ശരിക്കും പറഞ്ഞാൽ ഇവിടെ തിരക്ക് വേണ്ടത്. ഇന്ന് ഡിസംബർ 31 ന്യൂ ഇയറിൻ്റെ ഒരു തിരക്ക് ഇവിടെ ഗോവയിലുണ്ട്. പുറത്ത് അകത്ത് അധികം ഉണ്ടായില്ല, പുറത്ത് നല്ല തിരക്കുണ്ട്. ഇപ്പം ഇവിടുന്ന് റെൻറ്റിന് വണ്ടി വേണമെന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. എന്നാലും നല്ല റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ. ഡോറൊക്കെ ഉണ്ട്. അങ്ങനെ ഗോവ എത്തിയ സ്ഥിതിക്ക് നമ്മുടെ മംഗലാപുരം ഗോവ വന്ദേ ഭാരതിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിലാകെ നമുക്കൊരു ഡ്രോബാക്ക് പറയാനില്ല. ആ ഒരു പാൻട്രി അവരുടെ കുറച്ചൊരു അലംഭാവം മാത്രമേ ഉള്ളൂ. കാരണം അവസാനം എങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ച് എങ്ങനെയാണെന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ. അത് നമ്മൾ ഒരുപാട് യാത്ര ചെയ്യുന്നുണ്ടല്ലോ. പുതിയതായിട്ട് യാത്ര ചെയ്യുന്നവർക്ക് ഇതൊക്കെ ചിലത് കാണുമ്പോൾ എന്തൊക്കെ പല ബുദ്ധിമുട്ട് തോന്നിയേക്കാം. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഫീലിങ്സിൽ പറഞ്ഞത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നേരത്തെ മുംബൈ CST ഒരു കണക്ഷൻ ട്രെയിനിൻ്റെ കാര്യം പറഞ്ഞു. അത് ഇവിടുന്ന് 2:40 അത് ശരിയാണ്. അത് നല്ലൊരു വണ്ടി തന്നെയാണ്. ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മണിക്കൂർ സമയമുണ്ട് ആ ഒരു വണ്ടിക്ക് മാറി കയറാൻ വേണ്ടിയിട്ട്. പിന്നെന്ന് വെച്ചാൽ ഇന്ന് ന്യൂ ഇയറിന്റെ തിരക്ക് ഇവിടെ അത് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. ഇനിയിപ്പോ ഞങ്ങൾ ഇവിടെ ആഘോഷിക്കാൻ എന്നല്ലേ വരുന്നത്. ഞങ്ങൾ ഇന്ന് ഇപ്പൊ തന്നെ തിരിച്ച് നാട്ടിലോട്ട് പോകും. നമ്മുടെ തമിഴ്നാട് സീരീസാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്ന വരും ദിവസങ്ങളത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു വന്ദേ ഭാരതിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അതെന്തായാലും പറയാൻ വിട്ടുപോയി. അപ്പൊ രാവിലെ ഉറങ്ങി എഴുന്നേറ്റാണ്. ഇനിയിപ്പോൾ ഒരു ട്രെയിനിൽ പോയി. ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്ന ട്രെയിനിന് സ്ലീപ്പറോ അങ്ങനെ ഒന്നും ലേസി ഒന്നും ഇല്ല. ജനറൽ ടിക്കറ്റ് എടുക്കണം, നേരെ പോകണം. ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു മറ്റൊരു ബൈ.